വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ്, വെളിപ്പാട് പുസ്തകം എന്നുള്ളതാണ്. അദ്ദേഹം നമ്മളോടൊപ്പം അറ്റ്ലാന്റയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ തിരക്കുകളുടെ ഇടയിലും കൃത്യമായ സമയത്ത് കയറുകയും വളരെ ഉത്സാഹത്തോടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ക്ലാസ്സുകളൊക്കെ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇത് ഓൺലൈനിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർ, പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേൾക്കുന്നവർ, യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്നവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം വാഴ്ത്തങ്ങളിൽ അത് പരിശുദ്ധമായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിൽ കർത്താവേ, ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കി തീർത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറക്കുമാറാകണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഗ്രഹം വിടുതലുമായി തീരുവാൻ സ്വർഗ്ഗപിതാവ് കരുണ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം വചനം പഠിപ്പിക്കുന്ന അങ്ങയുടെ വിലയേറിയദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടുന്ന് നിറച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയമായ വെളിപ്പാടുകൾ കർത്താവെ പകർന്നു തരുവാൻ പിതാവ് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിന് ചുമൽ കൊടുക്കുന്നതായ കർത്താവെ പാസ്റ്റർ ഷാജിക്ക് തന്നെ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു, ലാൽച്ചാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സിസ്റ്റർ മോളമ്മ സുനിൽ. ദൈവം സഹായിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വീണ്ടും ബൈബിൾ ക്ലാസ്സായി അടുത്തു വരാം. കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 12ാമത്തെ ലെസണിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ 28-30 ക്ലാസ്സുകളാണ് എനിക്കുള്ളത്. പക്ഷെ ഞാൻ ചുരുക്കുകയാണ്. കാരണം അത്രയും നീട്ടിയെടുത്താൽ നമ്മുടെ ലെസൺ മുൻപോട്ട് നീങ്ങത്തില്ല. അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ടെടുക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഓർഡിനേഷൻ ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതേ ദൈവസഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ സ്ഥാനമാണ് ഓർഡിനേഷൻ സ്ഥാനം എന്നുള്ളത്. ആ പദവിയിലേക്ക് ദൈവം തന്നെ തെരഞ്ഞെടുത്തു. ദൈവം തന്നെ ആ ശുശ്രൂഷയ്ക്ക് ആക്കി. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തോടെ ചെയ്യുവാൻ ദൈവം തൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവിൻ്റെ ഓട്ടം വിശ്വസ്തോടെ തയ്ക്കുക എന്നുള്ളതാണ്. അതായത് തൻ്റെ ചെറിയ പ്രായം മുതൽ താൻ ഒരു വിശ്വസ്തനായി ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഈ മഹത്തായ പദവിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തനിക്ക് ഇടയാക്കിയല്ലോ. അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജിക്ക് ദാനിയേലിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ നിലയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള അതേ ഒരു ഒരുക്കത്തിന് വേണ്ടി ഒരുങ്ങുക. എപ്പോഴാണ് വിളി വരുന്ന അറിയാൻ വേല. അതേ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഇതാണ്. ഞാൻ വളരെ 10-16 സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നു. ഈ പ്രായത്തിൽ ഞാൻ അത് ഉത്സാഹിക്കുന്നതിൻ്റെ കാരണം എനിക്ക് അനേക സുവിശേഷ വേലക്കാരെ വാർത്തെടുക്കാൻ ഒത്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമായി. എനിക്ക് എൻ്റെ ശുശ്രൂഷ അനേകര് ഇപ്പോൾ പാസ്റ്റർമാരാണ്. ഈ അഗാപ്പ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ അത് ചില പ്രിയപ്പെട്ട ദൈവം സുവിശേഷകന്മാരായി ഇടയന്മാരായി ദൈവം അതേ കണ്ടുവച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുക. നമ്മുടെ പാസ്റ്റർ ലാലു ജേക്കബ് ലഭിച്ച തൻ്റെ ശുശ്രൂഷാ സ്ഥാനം പോലെ അനേകരെ അതിനകത്താക്കി തീർക്കത്തക്ക നിലയിൽ ഒരു പരിശീലന കളിയാണ് നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജ്. പാസ്റ്റർ ഷാജിക്ക് ദാനിയേലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തന്നിൽ കൂടി നടക്കുന്ന പ്രവർത്തനങ്ങൾ വിജയകരമായി തീരട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ പരിചയമുള്ള പല പുതുമുഖങ്ങളുണ്ട്. അത് അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല സ്റ്റഡി ക്ലാസ്സുകൾ ഇവരൊക്കെയും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 11ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ 11, 12 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു.
എന്നാലും നമുക്ക് ആ 11 മുതലുള്ള വാക്യങ്ങൾ, അതെ 12 മുതലുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. 16 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ തക്കൊണ്ട് പോകുന്നത്. വായനയ്ക്ക് വേണ്ടി ഞാൻ ഒട്ടും ടൈം കളയാതെ എന്നോട് ചേർന്ന് വരണം, കാരണം എൻ്റെ മുമ്പിലുള്ള 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് നിർത്താം. ബിൻസി, അഞ്ജു സാറ, മേഴ്സി ഫിലിപ്പ്, സുജ, രാജു, ഇത്രയും പേരാണ് പേരിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ആദ്യമായി ബിൻസിയാണ് വായിക്കാൻ പോകുന്നത്. 1-ന്റെ 12 മുതൽ 16 വരെ വായിക്കാം. സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കുന്നത് പത്മോസ് ദ്വീപിൽ കടന്ന സൗദി അറേബ്യയിൽ നിന്ന് പാസ്റ്റർ ജോമോൻ ചെറിയാനും അത് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ സുവിശേഷ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹപ്രവർത്തകനാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച ഈ വേദവാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 ദിവ്യ വിശേഷതകളാണ് തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത്. താൻ പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുമ്പോൾ പുറകിൽ ഒരു ശബ്ദം കേട്ടു. കർത്തൃ ദിവസത്തിൽ, ഞായറാഴ്ച ദിവസം, ഞാൻ ഇപ്പോഴും ഞായറാഴ്ച എന്ന് പറയത്തുള്ളൂ, ഞായറാഴ്ച ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ താൻ ആത്മാവിലായി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ കേട്ടൊരു ശബ്ദമാണ് പുറകിൽ കേട്ടത്. എന്നോട് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. അപ്പൊ എന്നോട് സംസാരിച്ച നാദം എന്ത് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് 7 പൊൻനിലവിളക്കുകയും നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചട്ടെ കർത്താവ്. 12 ദിവ്യ വിശേഷതകളുമായോടുകൂടിയാണ് കർത്താവ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ ഈ ലോകത്തിലായിരുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ ഈ നിലയിൽ താൻ കണ്ടിട്ടില്ല. യേശു ക്രിസ്തു ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയാണ്. എന്നാൽ തൻ്റെ മുഖത്ത് മനുഷ്യത്വവുമുണ്ട്. കാരണം മനുഷ്യ പുത്രനോട് സദൃശ്യനായവനെ ഞാൻ കണ്ടു എന്നാണ്. ദൈവമാണ്, മനുഷ്യനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ പഠിപ്പിച്ചാണ്. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും തൻ്റെ മനുഷ്യത്വ മുഖം അത് മാറിപ്പോകുന്നില്ല. ആ മനുഷ്യത്വം ഇന്നും സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. തൻ്റെ മുറിവേറ്റ കരത്തിൻ്റെ പാടുന്നുണ്ട്, വിലാപ്പുറത്തെ പാടുന്നുണ്ട്. അത് കർത്താവിൻ്റെ പരസ്യവൃത്തിയിൽ യഹൂദന്മാർ കൊണ്ട് ചോദിക്കും, നിന്റെ മുഖത്തെ പാടെന്തെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അതെ നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചെയ്ത ക്രിയയാണെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ പറയുന്ന 12 ദിവ്യ വിശേഷതകൾ, ഒന്ന് ഇവിടെ നമ്മൾ വായിക്കുന്ന 7 പൊൻനിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകൾ. നിലവിളക്കുകളുടെ നടുവിൽ, സഭയുടെ നടുവിലാണ് കർത്താവ് നിലയങ്കി ധരിച്ച്. ഒന്ന്, കർത്താവിനെ ഇവിടെ കാണുന്നത് നിലയങ്കി ധരിച്ചവനായിട്ടാണ്. 2, മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ട്. 3, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ള എന്ന് കാണുന്നു. അടുത്തത് കണ്ണ് അഗ്നിജ്വാലയ്ക്കുള്ളത്. അടുത്തത് കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. അടുത്തത് അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ 7 നക്ഷത്രം. പിന്നെ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. അടുത്തത് അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇനിയും അടുത്തായിട്ട് നമ്മൾ കാണുന്നത്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അടുത്തത്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ. ഈ 12 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ മുറയ്ക്ക് പഠിക്കാൻ തക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം. ദൈവത്തിന് സ്തോത്രം. ആരും അത് ക്ഷീണിതരായിട്ടിരിക്കരുത്. എന്തോ ഒന്ന് ലഭിക്കാൻ പോകുന്ന ആ ഉത്സാഹം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എനിക്ക് കാണും. കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യത്തെ തൻ്റെ ദിവ്യ വിശേഷത എന്ന് പറയുന്നത് സഭയുടെ നടുവിൽ നിലയങ്കി ധരിച്ച
വ്യക്തിയായിട്ടാണ് താൻ നിലയങ്കി ധരിച്ചിരിക്കുന്നത്. മഹാപുരോഹിതന്റെ അതേ വസ്ത്രത്തിന്റെ വിവരണങ്ങൾ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ മഹാപുരോഹിതന്റെ അതേ വേഷത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അതിൽ നിലയങ്കിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. 5 വായിച്ചാട്ട്. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തൈലുള്ള നീലയങ്കി, മുടി, നടുക്കെട്ട്. ചിത്രത്തയ്യലുള്ള നിലയങ്കി. യേശു അത് പഴയ നിയമ മഹാപുരോഹിതൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. ഈ വസ്ത്രത്തെ ഓരോന്നെ കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. എന്നാൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഈ 28-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത് ഈ ലോകത്തിലായിരുന്ന പോലെയല്ല. ഇപ്പോൾ യേശു ക്രിസ്തു നിലയങ്കി ധരിച്ചിരിക്കുന്നു. പഴയ നിയമകാലത്ത് മഹാപുരോഹിതനായ അഹരോന്റെ ഒരു പ്രത്യേക വേഷത്തിന്റെ ഒരു ഭാഗമായിരുന്നു നിലയങ്കി. അതുപോലെ ഏഫോദ് എന്ന് പറയുന്ന വസ്ത്രം, ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്ത്രമായിരുന്നു. ഇതെന്താണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ മഹാപുരോഹിതനാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മഹാപുരോഹിതന്റെ ഈ വേഷത്തോടുകൂടി കർത്താവിനെ കാണുന്ന ഈ കാഴ്ച നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ യേശു ക്രിസ്തുവിന് 3 ഔദ്യോഗിക സ്ഥാനങ്ങളുണ്ടായിരുന്നു. 1 അവൻ പ്രവാചകൻ, 2 അവൻ പുരോഹിതൻ, 3 അവൻ രാജാവ്. ഞാൻ തിരിച്ചാണ് പറയുന്നത്, രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ. നമുക്ക് ഈ ഓർഡർ അനുസരിച്ച് പോകാം. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പ്രവാചകനായിരുന്നു. പ്രവാചകൻ 3 ഔദ്യോഗിക സ്ഥാനങ്ങളാണ്. 4 അവകാശ പേരുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങളാണ് പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ബേഥലഹേം മുതൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് വരെ ദൈവത്തിന്റെ ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അതേ മഹാപുരോഹിതനായിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. അത് എബ്രായലേഖനം 4-ന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു. ആകയാൽ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഇപ്പൊ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഒരു വിശ്വസ്ത മഹാപുരോഹിതനായി സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. വലത്ത് ഭാഗത്താണല്ലോ ഇരിക്കുന്നത്. വലത്ത് ഭാഗത്തായിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയം നമ്മൾ പഠിച്ചതാ. അപ്പോൾ ബേഥലഹേം മുതൽ കാൽവരി വരെ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രവാചകൻ. താൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ മഹാപുരോഹിതനായിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. താൻ വന്ന് ശുശ്രൂഷ തികച്ചു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹാപുരോഹിതനായിട്ടാണ് ഇരിക്കുന്നത്. അതെന്തിനെ കാണിക്കുന്നു? നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. മഹാപുരോഹിതന്റെ ജോലി എന്ന് പറഞ്ഞാൽ ജനത്തിനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥത വഹിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് അവൻ രാജാവായി ഈ ലോകത്തിൽ വന്ന് ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ. മഹാപുരോഹിതന്റെ ആ വേഷത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം, അതേ അവൻ നിലയങ്കി ധരിച്ച്. നിലയങ്കി 2 പാളിയായ വസ്ത്രമാണ്. നിങ്ങൾ 28-ാം അധ്യായം സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. എല്ലാം നിലയങ്കി എന്ന് പറയുന്നത് 2 പാളിയായ വസ്ത്രമാണ്. അത് ഈ ചുമൽ കണ്ടത്തിൽ തോളിൽ 2 ബട്ടൺസ് കൊണ്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. ഗോമേതക കല്ലുകൊണ്ടുള്ള 2 ബട്ടൺസ് കൊണ്ടാണ് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു ബട്ടൺസിൽ ഇസ്രായേൽ, ഇടത്തെ ബട്ടൺസിലും വലത്തെ ബട്ടൺസിലും ഇടത്തെ ബട്ടൺസിൽ 6 ഗോത്രങ്ങളുടെ പേരുകൾ അവരുടെ ജനനക്രമം അനുസരിച്ച് എഴുതിയിട്ടുണ്ട്. വലത്തെ തോളിലെ ബട്ടൺസിൽ അടുത്ത 6 ഗോത്രങ്ങളുടെ പേരുകൾ അവരുടെ ജനനക്രമം അനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ ദൈവം അങ്ങനെ കൽപ്പിച്ചു. എൻ്റെ ദാസനായ അഹരോൻ എൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ ബലമുള്ള തോളിൽ, അവന്റെ തോളിൽ ഇസ്രായേൽ ഗോത്രം 12-നെയും വഹിച്ചിരിക്കണം. ഇത് നിഴലാണ്. നമ്മുടെ ചത്തൊടുങ്ങി പോകുന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ അതേ റെപ്രസെന്റേറ്റീവായി
ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ അവൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവന്റെ തോളിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ മുദ്രക്കൊത്തായി ഗോമേതകല്ലിന്മേൽ പതിപ്പിച്ച 2 തോളിന്മേലും ഇസ്രായേൽ ഗോത്രം 12നെയും വഹിക്കണം. ഇത് നേടല. ഇതിന്റെ പൊരുൾ എന്താണ്? നമ്മുടെ സാക്ഷാത്തായ മഹാപുരോഹിതൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോൾ അവന്റെ ബലമുള്ള തോളിൽ നമ്മളെ വഹിച്ചിരിക്കുന്നു. ഇടുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പൈതലെ അവന്റെ ബലമുള്ള തോളിൽ ദൈവം നമ്മളെ വഹിച്ചിരിക്കുന്നു. മഹാനായ സാധു സുന്ദർ സിംഗ് ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടി കടന്നു പോയപ്പോൾ തെറ്റായ ഒരു വഴി ഒരാൾ പറഞ്ഞു കൊടുത്തു. ആ വഴിയോടെ പോയി താൻ ആ കാട്ടിൽ കൂടി പോകുന്ന വേളയിൽ ദുഷ്ടമൃഗങ്ങളുള്ള അപകടകരമായ കള്ളന്മാരുള്ള സ്ഥലത്തൂടെ താൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു നദിയുടെ തീരത്ത് വന്നു. താൻ വിചാരിച്ചു ഞാൻ എങ്ങനെ അക്കരെ കടക്കും. വിഷമിച്ചപ്പോൾ അക്കരെ നിന്നൊരു വയസ്സൻ പറഞ്ഞു, നീ ഇക്കരെ വരാൻ കാത്തിരിക്കുക ഇല്ലേ? അതെ, ഞാൻ നിന്നെ കൊണ്ടുവരാം. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീയുടെ അവിടുന്ന് ഒരാൾ കടന്നു വന്നിട്ട് ആ നീന്തി സുന്ദർ സിംഗോട് പറഞ്ഞു, നീ എൻ്റെ തോളെ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം. അതെ, നീ കൈവിടല്ലേ, എൻ്റെ തോളെ പിടിച്ചോളാം. അങ്ങനെ തോളെ പിടിച്ച് അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ സുന്ദർ സിംഗിന്റെ മനസ്സിലുള്ള വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, അക്കരെ ചെല്ലുമ്പോൾ ഈ എൻ്റെ തുണിയൊക്കെ ഒന്ന് നനച്ചുണങ്ങി ഈ തീയുടെ അരിക്ക് വെച്ച് ഉണങ്ങണം എന്നുള്ള നിലയിലാണ് താൻ യാത്ര ചെയ്തു പോയത്. അക്കരെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഈ വയസ്സനെയും കാണാനില്ല, ഈ തീയും കാണാനില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ ദൂതൻ, അതേ, അല്ലെങ്കിൽ നമ്മുടെ ദൈവം, നമ്മുടെ യേശുക്രിസ്തു അവിടെ കടന്നു വന്ന് ആ തോളിൽ വഹിച്ച് തന്നെ അക്കരെ കടത്തി. നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ കണ്ണുനീരിൻ നടുവിൽ ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തുകൊള്ളണം, ഇതൊരു പൊരുളാണ്. സാക്ഷാത്തായ മഹാപുരോഹിതൻ നമ്മുടെ യേശുക്രിസ്തു ഇടുക്കങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഈ മരുഭൂമി യാത്രയിൽ ദൈവത്തിന്റെ പൈതലെ അവന്റെ തോളിൽ നിന്നെ വഹിച്ചിരിക്കുന്നു എന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. രണ്ടാമത് മഹാപുരോഹിതന്റെ ഒരു വസ്ത്രം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആ വസ്ത്രം മാർപതക്കമാണ്. അത് ഒരു ചാൻ നീളം 1 ചാൻ വീതിയുള്ള മാർപതക്കം എന്ന് പറയുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. അത് മാർവിൽ വെച്ച് കെട്ടണമെന്നാണ് പറഞ്ഞത്. എൻ്റെ ദാസനായ അഹരോൻ എൻ്റെ സന്നിധി വന്ന് നിൽക്കുമ്പോൾ ആ മാർപതക്കം ധരിച്ചുകൊണ്ട് വന്ന് നിൽക്കണം. ആ മാർപതക്കത്തിലും ഇസ്രായേൽ ഗോത്രം 12ന്റെ പേര് 4 നിരയായി അത് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു, പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 12 ബട്ടൺസിന്മേൽ പേരെഴുതി അതിൽ തയ്ച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. 3 വീതം, അത് 4 നിരയായി, 4 3 12. അത് ജനനക്രമം അനുസരിച്ച് ഈ 12 ഗോത്രങ്ങളുടെയും പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവം പ്രത്യേകം പറഞ്ഞു, എൻ്റെ ദാസൻ അഹരോൻ അതേ ദൈവസന്നിധിയിൽ എൻ്റെ സന്നിധി വന്ന് നിൽക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12ന്റെയും പേര് അവന്റെ മാർബിൽ വെച്ച് കെട്ടിക്കൊണ്ട് വേണമെന്ന് പ്രാർത്ഥിക്കാൻ. ഇതെന്താണ് ദൈവമക്കളെ? ഇത് നിഴലാണ്. ഇതിന്റെ പൊരുൾ എന്താണ്? നമ്മുടെ പ്രയാസഘട്ടത്തിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ നമ്മുടെ സാക്ഷാത്തായ മഹാപുരോഹിതൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുമ്പോൾ അവന്റെ തുളയ്ക്കപ്പെട്ട മാർബിൽ നമ്മെ വഹിച്ചിരിക്കുന്നു. ഇവിടെ വായിക്കുന്നത് മഹാപുരോഹിതൻ നിലയങ്കി ധരിച്ചും മാർപ്പതക്കം കെട്ടി നമ്മളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ഇപ്രകാരം ചെയ്തെങ്കിൽ നമ്മൾ എന്തിനു ഭാരപ്പെടണം? ഈ സഭയുടെ നടുവിൽ കൂടി നടക്കുമ്പോൾ 7 സഭകളുടെ, ലോകത്തുള്ള ആകമാന സഭകളുടെ നടുവിൽ കൂടി നമ്മുടെ കർത്താവ് നടക്കുമ്പോൾ, മകനെ മകളെ നീ ഭാരപ്പെടണ്ട, നിന്നെ സഹായിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഞാനുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ ഒരു മഹാപുരോഹിതനായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ മഹാപുരോഹിതൻ അതേ അവന്റെ നീളക്കുപ്പായത്തിൽ സ്വർണമണികളും മാതളപ്പഴങ്ങളും അതിന്റെ അടിവിളമ്പിൽ തുങ്ങിക്ക് ചേർത്തിരുന്നു. അവിടെ നീളക്കുപ്പായം എന്ന് പറയുന്നില്ലേ, ആ നീളക്കുപ്പായത്തിന്റെ അടിയിൽ സ്വർണമണികൾ ഉണ്ടായിരുന്നു, മാതളപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിവിളമ്പിൽ തുന്നി തൂക്കിട്ടിരിക്കുകയാണ്. അതിന്റെ പഴങ്ങൾ ആത്മാവിൻ ഫലങ്ങളെ കാണിക്കുന്നു. അതേ, സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മാവിന്റെ ഫലമോ എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നില്ലേ, ആത്മാവിൻ ഫലങ്ങളെ കാണിക്കുന്നു. മണികൾ അതിൽ മണി അടിച്ചോണ്ടിരിക്കും. ആ മണികൾ ആത്മാവിൻ വരങ്ങളെ കാണിക്കുന്നു. ഈ മഹാപുരോഹിതനെ കുറിച്ച് ഒരു ചെറിയ
സ്റ്റഡി ഞാൻ പറയുകയാണ്. പഴയ നിയമത്തിലെ മഹാപുരോഹിതനെ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. പഴയ നിയമ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ അതിപരിസരത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. അവൻ നേരത്തെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തിയില്ലെങ്കിൽ അതിപരിസരത്ത് അവൻ ചത്തൊടുങ്ങും. അവിടെ വേറൊരാൾക്ക് കയറി ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരാൻ തക്കണ അധികാരമില്ല. മഹാപുരോഹിതന് മാത്രമേ കയറാൻ തക്കണ അധികാരമുള്ളൂ. എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണെന്നറിയാമോ? താൻ അതിലൂടെ നടക്കുമ്പോൾ ഈ മണികളുടെ ശബ്ദം കേൾക്കാം. ഈ മണികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. മണികളുടെ ശബ്ദം കേൾക്കുമ്പോൾ പ്രാകാരത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളത്തിൽ നമ്മുടെ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരു ജോണി എന്ന് പറയുന്ന ഒരു കുട്ടി ഈ പട്ടം സ്കൈറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ നിന്ന കുട്ടികളൊക്കെ പറഞ്ഞു, എടാ നിന്റെ സ്കൈറ്റ് പോയി, കാണാമല്ലോ, ഇത് ആകാശത്തൂടെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജോണി മണിക്കൂർ എടുത്ത് ഉണ്ടാക്കിയ ഒരു സ്കൈറ്റ്, ഒരു പട്ടമാണ്. അത് കാണാൻ കണ്ണിന് മുമ്പിൽ മറിഞ്ഞുപോയി. തനിക്ക് വലിയ വിഷമമായി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം പറഞ്ഞ ആ ജോണിക്ക് അറിയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവനൊരു ചിരി. എന്താണെന്നറിയാമോ? പ്രിയമുള്ളവർ, എൻ്റെ പട്ടം നഷ്ടപ്പെട്ടിട്ടില്ല. അത് ആകാശത്തൂടെ വിഹരിക്കുന്നത് എൻ്റെ കയ്യിൽ അതിൻ്റെ ചരടുമായി ബന്ധിച്ചിരിക്കുന്ന ചരട് കിടന്ന് വലിയുന്നു. എൻ്റെ പട്ടം എന്നിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അത് ആകാശത്തൂടെ വിഹരിക്കുന്നുള്ളത് എനിക്കറിയാം. എൻ്റെ കണ്ണിന് മുമ്പിൽ മറിഞ്ഞിരിക്കുകയാണ്. അത് ഇയ്യോബ് പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ പറയുന്ന വാചകം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഒരു ദൈവത്തിന്റെ പൈതല് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തു സഭയിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നു. നിന്റെ മഹാപുരോഹിതൻ നഷ്ടപ്പെട്ടിട്ടില്ല. നീയായിട്ടുള്ള ബന്ധം വിട്ടിട്ടില്ല. അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നിന്റെ ഉള്ളത്തിൽ ആളിക്കത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന മണികളാൽ നിന്നെ വിളിച്ചറിയിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവപൈതലെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ മാത്രമല്ല നിലയങ്കി ധരിച്ചിരുന്നത്, പ്രവാചകന്മാരും നിലയങ്കി ധരിക്കുമായിരുന്നു. 1 ശമൂവേൽ 15:27 വായിച്ച്. 1 ശമൂവേൽ 15:27. അടുത്ത ആൾ വായിച്ചേ. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ച് വലിച്ചു, അത് കീറിപ്പോയി. നോക്കണമേ, ശമൂവേല് പ്രവാചകനും നിലയങ്കി ധരിച്ചിരുന്നു, രാജാക്കന്മാരും നിലയങ്കി ധരിച്ചിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ 3 സ്ഥാനം ഒന്നിച്ചുള്ളത്: രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ. ഉസിയ രാജാവ് അവൻ ഒരു രാജാവായിരുന്നു. അവൻ തന്നെത്താൻ പുരോഹിതനാക്കാൻ നോക്കി, നിങ്ങൾക്ക് അറിയാമല്ലോ. രാജാവ് പഴയ നിയമകാലത്ത് രാജാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുരോഹിതനാകാൻ അവകാശമില്ലായിരുന്നു. പുരോഹിതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് രാജാവാകുവാനും അവകാശമില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. ആരാ വർത്താനം പറയുന്നത്? അവർക്ക് ഒരു എംപോസിഷൻ കൊടുക്കാൻ. അതേ രാജാക്കന്മാരും അതേ പുതിയ നിയമത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നാം എല്ലാവരും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ദൈവത്തിന് സ്തോത്രം. ഉസിയാവ് തന്നെത്താൻ പുരോഹിത സ്ഥാനം ഏറ്റെടുക്കാൻ തക്കണം നോക്കി. അദ്ദേഹം ധൂപകലശവുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നപ്പോൾ പുരോഹിതന്മാര് പറഞ്ഞു, രാജാവേ നീ ഇത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്. നിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കുക എന്നുള്ളതാണ്. ആ ധൂപകലശം തന്റെ കൈ ഇരിക്കുമ്പോൾ അവൻ കോപിച്ചെന്നാ വായിക്കുന്നത്. അവന്റെ നെറ്റിയിൽ ഉടനെ കുഷ്ഠം പൊങ്ങി. ഉടൻ തന്നെ അവനെ, കുഷ്ഠരോഗിയായിരിക്കുന്ന ഉസ്യാവിനെ ആലയത്തിന് പുറത്താക്കി, വാക്കും ഭാഷണവും കൂടാതെ. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരേ സമയത്ത് തന്നെ രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം പുരോഹിതനായി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വൃക്ഷം ഫലം കാണുന്നില്ല, വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ, പിതാവേ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുവാൻ നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മധ്യസ്ഥനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ച്. 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നോക്കണമേ, പക്ഷപാതം ചെയ്യുവാൻ
താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ തക്കൊണ്ട് അവൻ ശക്തനാകുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1-2. 1 യോഹന്നാൻ 2:1-2. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. നോക്കണമേ, വാർദ്ധക്യത്തിലെത്തിയ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്ന് എഫെസോസിൽ വന്ന് വയസ്സനായ ആരാധനയ്ക്ക് വന്ന് സംബന്ധിക്കുമ്പോൾ അല്പസമയം സംസാരിക്കാൻ പറഞ്ഞാൽ തനിക്ക് സംസാരിക്കാൻ ആക്കമില്ല. അദ്ദേഹം പറയുന്ന വാചകത്തിലേ ഉള്ളൂ, ചെറിയ പ്രബോധനം, തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ പാപം ചെയ്യരുത്. അഥവാ ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിൽ അത് കൊട്ടിഘോഷിക്കരുത്. പാപം ചെയ്തു പോയെങ്കിൽ ഏറ്റു പറയുമ്പോൾ അവനെ വിശുദ്ധീകരിപ്പാൻ, അവനെ വിടിപ്പാൻ, ഒരുത്തൻ അഥവാ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നമ്മുടെ സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ ഓർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പക്ഷപാതം ചെയ്യുന്നു. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ എളുപ്പം വായിക്കേ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. വേറൊരു മധ്യസ്ഥന്മാരില്ല. ദൈവം ഒരുവനാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനോട് നേരിട്ട് എന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ മഹാപുരോഹിതനല്ലേ, മഹാപുരോഹിതനോട് നേരിട്ട് എന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കർണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ വായിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തേക്കുക. ഈ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. ഏത് സമയം അടുത്തെന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ. പഴയ നിയമകാലത്ത് ആണ്ട് ഒറ്റ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ പ്രാവശ്യം. അതേ ഒരു വർഷം ജനുവരി 1-ാം തീയതി പാപം ചെയ്താൽ അതേ ഡിസംബർ വരെ കാത്തിരിക്കണം, ഒരു വർഷത്തോളം അതും ചുമന്നുകൊണ്ട് വേദനപ്പെട്ട് നടക്കണം. എന്നാൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു എന്ന് കർത്താവേ ക്ഷമിക്കണമേ എന്ന് ആ മുടിയമ്പത്രം ചെന്ന് ഏറ്റു പറഞ്ഞില്ലേ. അന്നത്തെ കാലത്ത് നിയമം എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ നിയമം എന്ന് പറയുന്നത്, ഇതുപോലെ അപ്പനെ ചതിച്ച് സ്വത്തുമിടം വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ചു വന്ന നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും. അങ്ങനെ തല്ലിക്കൊല്ലാതിരിക്കാനാണ് ഈ പിതാവുണ്ടല്ലോ, മകൻ പോയ അന്ന് മുതൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പായിട്ട് അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു പിതാവ്. ഒരുത്തൻ അകന്നു പോയി. ഞാൻ ആ ഭാഗം, ആ ചരിത്രങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അന്ന് യഹൂദന്മാരുടെ നടപ്പനുസരിച്ചുള്ള നിയമമാണ്. ഒരുത്തൻ ഇതുപോലെ അപ്പനോട് വഴക്കുണ്ടാക്കി വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് വിഹിതം വാങ്ങിച്ചുകൊണ്ട് ഒരുത്തൻ ദൂരയാത്ര ചെയ്താൽ അവൻ പോയി വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നാൽ വീട്ടിൽ കയറ്റത്തില്ല. നാട്ടുകാരാണ് അവനെ കൈകാര്യം ചെയ്യുന്നത്. അവൻ വന്ന് കയറുന്നതിന് മുമ്പ് അതേ നാട്ടിൽ അവനെ എറിഞ്ഞ് അവിടുന്ന് ഓടിച്ച് അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് വിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇത് അപ്പൻ അറിയാവുന്നതുകൊണ്ട് അപ്പൻ ഇവൻ പോയ സമയത്ത് തിരിച്ചു വരുന്നവൻ അപ്പൻ അറിയാം, എന്നും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നാട്ടുകാരുടെ കൈ പിടിപെടുന്നതിന് മുമ്പേ ഈ അപ്പൻ ഉണ്ടല്ലോ, മകൻ ദൂരെ നിന്ന് വരുന്ന കണ്ടു. നാട്ടുകാർ അടുക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൻ ഓടിച്ചെന്ന് അവന്റെ കഴുത്തൽ കെട്ടിപ്പിടിച്ച് ചുമ്മിച്ച്, ഇതിന്റെ ഇടയിലൊരു മധ്യസ്ഥം കയറിയാൽ, ഇതിന്റെ ഇടയിൽ ഒരു MLA കയറി ഞാൻ ധരിപ്പിക്കാന്ന് പറഞ്ഞാൽ അവൻ എലി അടിച്ചിട്ട് കിടക്കുന്നവരായിപ്പോവും. ആ ഒരു ബന്ധമാണ് പിതാവും മകനും തമ്മിലുള്ള ബന്ധം. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പാപം ചെയ്തെങ്കിൽ ഏറ്റുപറഞ്ഞ മക്കളെ, ആ കുറ്റം ചുമന്നോട് നടക്കാതെ അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന നീതിമാനായ കാര്യസ്ഥൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്ക് സ്വർഗത്തിനുണ്ട്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. രണ്ടാമത്തെ വേഴ്സിലേക്ക് കടന്നു വരാം. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായിട്ടാണ് കാണുന്നത്. രണ്ടാമത് ഇവിടെ കാണുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നമുക്ക് അവനെ അവിടെ കാണുവാൻ തക്കോണം കഴിയുന്നു. ഈ മാറത്ത് പൊൻകച്ച, പൊന്നെപ്പോഴും ദൈവികത്വത്തെയാണ് കാണിക്കുന്നത്. പൊന്ന് എപ്പോഴും
ദൈവികത്തെയാണ് കാണിക്കുന്നത്. ഈ രാജ്യം കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കെട്ടിയിരിക്കുന്നത് പൊൻകച്ച എന്ന് പറയുന്നത് മാറത്താണ്. അവൻ നീതിയിൽ ന്യായം വിധിക്കുന്നവനാണെന്നാണ്, ന്യായവിധിയുടെ അധികാരത്തെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യേശു ക്രിസ്തു സഭയ്ക്കകത്തൂടെ കടന്നു വരുമ്പോഴേ ന്യായവിധി നടത്തും. ദൈവത്തിന് സ്തോത്രം. അത് നമ്മളെല്ലാവരും ഏത് നിലയിലാണ് നമ്മൾ വരുന്നത് എന്ന് കർത്താവിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ സഭയ്ക്കകത്തൂടെ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തൂടെ നമ്മുടെ കർത്താവ് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നടുവിലാണ്, സഭയുടെ നടുവിലാണ് മാറത്ത് പൊൻകച്ച. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യെശയ്യാ 11:5. നീതി അവന്റെ നടുക്കട്ടെ, വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. നീതി അവന്റെ നടുക്കത്ത്, വിശ്വസ്തത അവന്റെ അരക്കച്ച. കേട്ടോ, നീതി അവന്റെ നടുക്കത്ത്. നമ്മുടെ കർത്താവിൻ ദൈവത്തെ കുറിച്ച് പറയാണ്, നീതി അവന്റെ നടുക്കത്തും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആകുന്നു. നീതിയും വിശ്വസ്തനുമായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൽ ശോഭിച്ച പൂർണ്ണ നീതി, നമ്മോടുള്ള വാഗ്ദാനം നിറവേറ്റുന്നതിൽ അവിടുന്ന് കാട്ടുന്ന വിശ്വസ്തത എന്നിവയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ നീതി ഉണ്ട്, അവൻ നീതിമാനാണ്, അവൻ വിശ്വസ്തനാണ്. എന്നാൽ ഇവിടെ കാണുന്ന ഈ മാറത്ത് കെച്ച പൊൻകച്ച, അത് മാറത്താണ്, അറിയില്ലല്ല, മാറത്താണ് പൊൻകച്ച കെട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ന്യായവിധിയെ കാണിക്കുന്നതാണ്. അതിന് ഉദാഹരണമായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. വെളിപ്പാട് 15-ന്റെ 5-6. ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ദൈവാലയത്തിൽ പുറപ്പെട്ടു വന്നു. സ്വർഗത്തിലൊരു ദൈവാലയം ഉണ്ട് കേട്ടോ. അത് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ് സ്വർഗത്തിൽ ദൈവാലയം. അതൊക്കെ നമ്മൾ അവിടെ ചെന്ന് കാണാൻ തക്കാണ് പോകുന്നേ ഉള്ളൂ. അവിടുത്തെ മാതൃക അനുസരിച്ചാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എടുത്ത് മോശയ്ക്ക് കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കാൻ തക്കൊണ്ട് പറ്റുമോ? അതിന്റെ അളവും നീളമൊക്കെ അനുസരിച്ചാണ് സമാഗമന കൂടാരം പണിത് എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. സ്വർഗത്തിലൊരു ദേവാലയം, 10 കൂട്ടം ദേവാലയത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആ ദേവാലയത്തെ നമുക്കിപ്പോൾ ചിന്തിക്കണോ വേണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. ഇത് സ്വർഗത്തിലെ ദേവാലയം. ശലോമോൻ പണിയിച്ച ഒരു ദേവാലയമുണ്ട്, അത് സമാഗമന കൂടാരമുണ്ട്. അത് കഴിഞ്ഞ് ശലോമോൻ പണിയിച്ച ഒരു ദേവാലയമുണ്ട്. പിന്നെ സെരുബാബേൽ പണിയിച്ച ഒരു ദേവാലയമുണ്ട്. പിന്നെ ഹേരോദാവ് പണിയിച്ച ഒരു ദേവാലയമുണ്ട്. ക്രിസ്തുവിന്റെ മന്ദിരം ഒരു ദേവാലയമായിരുന്നു. സഭ ഒരു മന്ദിരമാണ്, അതൊരു ദേവാലയം. ദൈവത്തിന് സ്തോത്രം. ഇനിയും അതേ മഹോദരകാലത്ത് ഒരു ദേവാലയം വരാൻ പോകുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ദേവാലയം വരാൻ പോകുന്നു. ഇത് സ്വർഗത്തിലെ ദേവാലയമാണ്. ഇവിടെ വായിക്കുന്നത്, അവിടെ കാണുന്ന അതേ 7 ദൂതന്മാർ, നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? അവരുടെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. ആ പൊൻകച്ച എന്തിനാ പിടിച്ചറിയിക്കുന്ന അറിയാമോ? ന്യായവിധിയാണ്. അവിടെ 7 ക്രോധകലശങ്ങൾ ഒഴിക്കാൻ തക്കണം പോവുകയാണ് ഭൂമിയുടെ മേൽ. 7 ക്രോധകലശങ്ങൾ. 1-ാമത്തെ ദൂതൻ ഒഴിച്ചെന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ഭയങ്കര ന്യായവിധിയാണ്. കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയത് അത് ന്യായവിധിയെ കാണിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിന് തെളിവാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ 7 ബാധയുള്ള 7 ദൂതന്മാർ, അതേ അവരുടെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. അവർക്ക് 7 ക്രോധ കലശങ്ങൾ, ഭൂമിയെ ന്യായം വിധിക്കാൻ തക്കമുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്നു. 1-ാമത്തവൻ പോയി ഒഴിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന 7 ക്രോധ കലശങ്ങളൊഴി ഭൂമിയുടെ അവസ്ഥ. 7കളെ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 7 മുദ്ര, 7 കാഹളങ്ങൾ, 7 സഭകൾ, 7 ക്രോധകലശങ്ങൾ, അതേ 7 നക്ഷത്രം, ഇതൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? മുഴുവൻ 7കളാണ്. 7കളെ കൊണ്ടുള്ള പുസ്തകം. 7 ക്രോധകലശമുള്ള 7 ദൂതന്മാർ, അവർക്ക് ഈ ക്രോധകലശം ഭൂമിയിൽ ഒഴിപ്പാൻ തക്കാണ് അധികാരം കൊടുത്തിരിക്കുകയാണ്. ന്യായവിധിയെ കാണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി അവന്റെ നടുക്കത്തും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമാകുന്നു. അവൻ നീതിയിൽ ന്യായം വിധിക്കുന്നതാണ്. അതേ അവൻ വിശ്വസ്തനാണ് എന്ന് നമ്മൾ വിളിച്ചറിയിക്കുന്നു. ഇവിടെ കാണുന്ന ഈ ന്യായവിധി അധികാരം നമ്മുടെ കർത്താവിന് കൊടുത്തിരിക്കുന്നു. കർത്താവ് ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ രാജാക്കന്മാരാണ് സാധാരണ ഈ പൊൻകച്ച കിട്ടുന്നത്. രാജാക്കന്മാരാ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം
14-ാമത്തെ വാക്യം വായിച്ചേ. ദാനിയേൽ 7:14. ആ, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. നോക്കണമേ, ഇവിടെ കാണുന്ന അതേ വയോധികനായ അതേ ദൈവത്തിന്റെ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ. സകല വംശങ്ങളും സകല വംശങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും തേജസ്സും ലഭിച്ചു എന്നാണ് വായിക്കുന്നത്. കാരണം ന്യായം വിധിക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. നിലയങ്കി പൗരോത്വത്തെ കാണിക്കുമ്പോൾ പൊൻകച്ച രാജ്യത്വത്തെ കാണിക്കുന്നു. സേവനത്തിന്റെ പ്രതീകമാണ് അരക്കച്ച. അരയിൽ കച്ച കിട്ടുക എന്ന് പറഞ്ഞാൽ സേവനത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങളൊന്നും വായിച്ചാട്ടെ. 1 മുതൽ, യോഹന്നാൻ 13:1 മുതൽ. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ടു പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴം ആയപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്തുവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചതായിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് തന്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്നു എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ മർക്കോസിന്റെ മാളി വെച്ച് ചെയ്ത കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ഒന്ന് വായിച്ചു നോക്കണം. ഇതിന് മറ്റ് സുവിശേഷന്മാരൊന്നും ഇത് ചെയ്ത് പറഞ്ഞിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒന്നും ഈ 13-ാം അധ്യായം മുതൽ അതിന്റെ 17-ാം അധ്യായം വരെ ഉള്ള കാര്യങ്ങൾ അവരുടെ സുവിശേഷത്തിൽ കാണാൻ തക്കണം കഴിയുന്നില്ല. ഇവിടെ വായിക്കും പെസഹ ഒരുക്കിയിരിക്കുന്ന സന്ദർഭം. അതേ പെസഹ കഴിക്കാൻ നേരമായപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റെന്നാണ് വായിക്കുന്നത്. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അരയിൽ തന്റെ വസ്ത്രം ഊരി വെച്ചിട്ട് അരയിൽ ഒരു തോർത്തെടുത്ത് കെട്ടി, ഒരു അരക്കച്ച അരയിൽ കെട്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകാൻ തക്കം തുടങ്ങി. തന്റെ അരയിൽ കെട്ടിരിക്കുന്ന തോർത്ത് ആ കച്ച കൊണ്ട് അവരുടെ പാദം തോർത്തുവാൻ തക്കം തുടങ്ങി. സേവനത്തിന്റെ പ്രതീകമാണ് അരക്കച്ച എന്നുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ് കാണുന്നത്. മനുഷ്യപുത്രൻ വന്നത് അതേ ശുശ്രൂഷ ഏറ്റെടുക്കാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുപ്പാനുമായിട്ടാണ് കടന്നു വന്നത്. സേവനത്തിന്റെ അതേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസനെ പോലെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ തന്റെ ശുശ്രൂഷ ചെയ്തു. താൻ മനുഷ്യത്വ ശരീരമാ ധരിച്ചിരുന്നെങ്കിലും, ഒരു മനുഷ്യ വേഷമെടുത്താ വന്നെങ്കിലും, പാപത്തിന്റെ ഒരു ലാളന പോലും തന്റെ ശരീരത്തെ അനീതിയെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എബ്രായ ലേഖനത്തെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു പാപത്തിന്റെ ലാളനയും തന്റെ ശരീരത്തിൽ പ്രവേശിക്കാതെ തന്റെ ജീവിതം പരിപാവനമായി സൂക്ഷിച്ച നമ്മുടെ കർത്താവ് എളിമത്വത്തിന്റെ ശുശ്രൂഷ, ദാസനെ പോലെ സൂക്ഷിക്കുക, അരക്കച്ച എടുത്ത് അത് ഇതിൽ പരം താഴ്വാൻ തക്കൊണ്ണം എവിടാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നത്? കർത്താവ് പൂർണ്ണമായി താഴ്ത്തി അതേ തന്നെ ഒറ്റക്കൊടുക്കാതിരിക്കുന്ന യൂദായുടെ കാല് പോലും കഴുകത്തക്കണം യേശു തയ്യാറായി നിൽക്കുന്ന കാഴ്ച കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം എളിമയുടെ, ലാളിത്യത്തിന്റെ, സേവനത്തിന്റെ ശുശ്രൂഷയാണ് അരക്കച്ച. എന്നാൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട കർത്താവ്, നിങ്ങൾ ഓർക്കണം, പൊൻകച്ചയാണ് കെട്ടിരിക്കുന്നത്, മാറത്ത് പൊൻകച്ച. ആ മാറത്ത് പൊൻകച്ച കെട്ടിയ കർത്താവിനെ ഇവിടെ കാണുന്നത് അവൻ നീതിയിൽ ന്യായവിധി നടത്താൻ പോവുകയാണ്. ന്യായം വിധിക്കുന്നവൻ എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സഭ കൂടി വരുമ്പോൾ സഭയുടെ നടുവിൽ നമ്മുടെ കർത്താവുണ്ട്. ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങൾ കർത്താവ് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ന്യായം വിധിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ അത് അനന്യാസും സഫീറയും വന്നത് നമുക്കറിയാമല്ലോ. ദൈവത്തിന്റെ സഭയിലാണ് വന്നത്. കർത്താവിന്റെ നാമത്തിൽ കൂടുന്ന ആരാധനയുടെ സ്ഥലത്താണ് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണുന്ന അനന്യാസും
ഭാര്യ സഫീറയും കടന്നു വന്നത്. അവര് ഉണർവ് കൂടിയപ്പം പറഞ്ഞു, നമ്മുടെ നിലം വിറ്റ് മൊത്തം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാം. അവർ ഞായറാഴ്ച രാവിലെ എഴുന്നിട്ട് ആരാധനയുടെ സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾക്കുള്ളതും വിറ്റ് ഇവിടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരാൻ അവരൊരു സമർപ്പണം എടുത്തതാണ്. അങ്ങനെ സാക്ഷ്യം പറഞ്ഞൊന്നും അവിടെ എഴുതിയിട്ടില്ല, ഞാനിങ്ങനെ പറയാണ്. ഭയങ്കര ആ ഉണർവിൽ ഒരു സമർപ്പണം. അത് വിറ്റപ്പം ഭയങ്കര ഒരു എമൗണ്ടാണ് കിട്ടുന്നത്. ഇത്രയും എന്തിനാ കൊണ്ട് കൊടുക്കുന്നത്? അതുകൊണ്ട് ഇതിന്റെ അല്പം കൊടുത്താൽ മതി. അതിന്റെ ഒരു വീതം എടുത്തുകൊണ്ടാണ് അനന്യാസ് ആലയത്തിലേക്ക് കടന്നു വന്നത്, ആരാധനയിലേക്ക് കടന്നു വന്നത്. കുർബാവരം ജ്വലിക്കുന്ന പത്രോസ് ആ സമയം തന്റെ വരം പ്രകാശിച്ചില്ലായിരുന്നെങ്കിൽ പത്രോസ് കടന്നു വന്ന അനന്യാസ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു മഹാനായി മാറിയെന്നെ. ഇത്രയ്ക്ക് നിലം വിറ്റത് ന്യായം വിധിക്കുന്ന കർത്താവ്. ഇത്രയ്ക്ക് തന്നെ ഒരു ഉളുപ്പുമില്ലാതെ താൻ മറുപടി ഇത്രയ്ക്ക് തന്നെ അവൻ മരിച്ചവിടെ വീഡിയോ ഉണ്ടായി. ശവസംസ്കാര ശുശ്രൂഷ നടത്തേണ്ടത് വന്നു. ആദിമകാലത്തെ പോലെ ഇന്ന് ആ കുർബാവരം ഒന്ന് ജ്വലിക്കുകയാണെങ്കിൽ, ഇന്ന് അതുപോലൊരു ശിക്ഷണം നടത്തുകയാണെങ്കിൽ എത്ര പേര് എല്ലാ ആഴ്ചയിലും ശവടക്കാൻ നേരം കാണത്തുള്ളൂ? ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നിങ്ങൾ ഓർക്കുക, നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം, നമ്മുടെ സമർപ്പണം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് മാറ്റിവെച്ചത്, എല്ലാം അറിയുന്നവനായ ഒരു കർത്താവാണ്. അവൻ നീതിയിൽ ക്ഷണത്തിൽ ശിക്ഷ വരാതിരിക്കുന്നുണ്ട്. പലരും വിചാരിക്കുന്ന പാപം ചെയ്തിട്ട് ഇപ്പം ചെയ്തിട്ട് ഒന്നും എന്നെ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകുന്നില്ലേ? ഒരു പിടുത്തം ഒരു ദിവസം പിടിക്കും. കാരണം ന്യായവിധി മാർത്ത പൊൻകച്ച കിട്ടിയത് കർത്താവ് ന്യായം വിധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി മൂന്നാമത്തെ വിഷയമാണ് അവന്റെ തലയും തലമുടി. കേട്ടോ, അവന്റെ തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള എന്നാണ് നമ്മൾ കാണിക്കുന്നത്, അവിടെ വായിക്കുന്നത്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. ഇതാണ് തന്റെ മൂന്നാമത്തെ ദിവ്യ വിശേഷത. മർക്കോസിന്റെ മാളിയെ കണ്ട കർത്താവിനെ അല്ല ഇവിടെ കാണുന്നത്, 12 ദിവ്യ വിശേഷതകളോടുകൂടിയ കർത്താവിനെയാണ് കാണുന്നത്. തലയും തലമുടി, അതിന്റെ ശരിയായ തർജ്ജിമ വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. അതിന്റെ ശരിയായ തർജ്ജിമ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹിമം പോലെ വെളുത്ത ആട്ടിൻ രോമ തുല്യം എന്നാണ് കാണിക്കുന്നത്. നരച്ച തലമുടി കാണുമ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. ദൈവത്തിന് സ്തോത്രം. സകലരുടെയും ആളത്വം അവരുടെ തലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ തലയും തലമുടിയും വെള്ളയായി കാണുന്നത് തൻ്റെ വിശുദ്ധിയെയും പുരാതനത്തെയും എടുത്തു കാണിക്കുകയാണ്. താൻ വിശുദ്ധനാണെന്ന് കാണിക്കുകയാണ്. താൻ പുരാതനാണ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഉള്ളവനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് കർത്താവിന്റെ ഈ തലയും തലമുടിയും. സഭയെ വിളിച്ചറിയിക്കുകയാണ്. പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ബേഥലേം മുതലാണെന്ന്. അല്ല, അവൻ പണ്ടേ ഉള്ളവനാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ച്. ദാനിയേൽ 7:9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തനിരുന്ന് അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. 7-ാം അധ്യായത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചിച്ചിരിക്കുന്ന 4 മൃഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതേ വെളിപ്പാട് ദിവസം പഠിച്ചു വരുമ്പോൾ ഈ 4 മൃഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ തക്കണമുണ്ട്. ഇവിടെ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ദാനിയേലാണ് ഈ ദർശനം കാണുന്നത്. വയോധികനായ ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത്, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ ആയിരുന്നു. ഇതെന്തിനെ കാണിക്കുന്നു? അവന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. നിർമ്മലമായ ആട്ടുരോമം. തലമുടി എന്തിനെ കാണിക്കുന്നു? തന്റെ പുരാതനത്തെ കാണിക്കുന്നു. പണ്ടേ ഉള്ളത്. അതിനെക്കുറിച്ച് മീകായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ മീക പ്രവചിക്കുന്നുണ്ടെന്ന് വായിച്ച്. 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടുള്ളതും പുരാതനമായതും തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് മീക പ്രവാചകൻ. നീയോ ബേത്ലഹേമേ, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയാം. ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത് നീ ചെറുതാണെന്ന എന്ന് പറഞ്ഞാൽ ആ ബേത്ലഹേമിനെ കുറിച്ച് വലിയ ഒരു അഭിപ്രായമൊന്നുമില്ല, വെറും ചെറിയ ഒരു പട്ടണം. എന്നാൽ നിന്നിൽ അതേ ഇസ്രായേലിന്റെ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. എന്നാൽ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ വാക്യം എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്.
കാരണം യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അറിയാൻ തക്കൊണ്ണം അതേ ശാസ്ത്രിമാരെല്ലാം വിളിച്ചു കൂട്ടിയ സന്ദർഭം അറിയാമല്ലോ. അവർ നോക്കിയിട്ട് മീകാപ്രവചനടുത്ത് ഒരു വാക്യം പറഞ്ഞു. എന്നാൽ ആ വാക്യം അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നീയോ ബേഥലേഹമേ ചെറുതായിരുന്നാലും എന്നാ, നീ ചെറുതായിരുന്നാലും എന്നുള്ളതാണ് മീക പറയുന്നത്. എന്നാൽ മത്തായി 2 പറയുന്നത് നീ ഒട്ടും ചെറുതല്ലെന്നാ. ദൈവത്തിന് സ്തോത്രം. കാരണം ഇസ്രായേലിന്റെ തലവൻ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാണ്, ബേഥലേഹമേ നീ ചെറുതല്ല. ദൈവത്തിന് സ്തോത്രം. കാരണം തലവൻ വന്നിരിക്കുന്നു, പണ്ടേയുള്ള വയോധികനായവൻ വന്നിരിക്കുന്നു, നീ ഒട്ടും ചെറുതല്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയും തലമുടിയും അത് ചൂണ്ടിക്കാണിക്കുന്ന എന്താണെന്നറിയാമോ? അവന്റെ പുരാതനത്വം. അവൻ പണ്ടേ ഉള്ളത്, ആദിയിലുള്ളത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുരാതനായ ദൈവം എന്റെ സങ്കേതം, കീഴ് ശാശ്വത ഭുജങ്ങളുണ്ട്, അവന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ പറയുന്നത് നിത്യനായ ദൈവം. അവിടെ പുരാതന ദൈവം. ഭോപ്പാലില് അതേ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ ആരും തെറ്റ് വായിക്കരുതേ. അവിടെ ഒരു അച്ചായന് ഈ വാക്യം കൊണ്ട് പറഞ്ഞപ്പം അദ്ദേഹം വായിച്ചത് പരേതനായ ദൈവം നിന്റെ സങ്കേതം എന്നാണ്. നോക്കണമേ, ഒരു കുനിപ്പ് പോയി കഴിഞ്ഞപ്പോൾ അത് 10,000 പേര് കൂടിയിരിക്കുന്ന, 3000 അത്ര അതിശോക്തിയാണ്, അത് അനേകർ കൂടിയിരിക്കുന്ന സദസ്സിൽ ആ അച്ചായൻ സിമോച്ചായൻ മരിച്ചുപോയി കേട്ടോ. അതുകൊണ്ട് എന്നെ പിടിക്കുന്നത് പുള്ളി പറഞ്ഞാലും പുള്ളി അങ്ങ് ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. പെട്ടെന്ന് ആരെ കൊണ്ടും വായിപ്പിക്കാതെ, നമ്മുടെ ഈ സഹോദരിമാരൊക്കെ ആരെ കൊണ്ടും വായിപ്പിക്കാതെ പെട്ടെന്ന് വായിക്കാൻ ആഗ്രഹിക്കില്ല. എനിക്ക് അതിങ്ങനെയുള്ളത് വലിയ ഇഷ്ടമാണ്. അച്ചായൻ ഒറ്റ വായന, പരേതനായ ദൈവം നിന്റെ സങ്കേതം. എന്റെ അച്ചായ ദൈവത്തിന് നോക്കണമേ, അത്രയും കടന്നു വന്നവരുടെ ഭയങ്കര കൂട്ട ചിരിയായിരുന്നു. നമ്മുടെ ദൈവം പരേതനല്ല, പുരാതനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് ഇംഗ്ലീഷില്. എന്ന് പറഞ്ഞാൽ അനാദിയായും ശാശ്വതവാനായും നിത്യനായ ദൈവം നിന്റെ സങ്കേതം. കീഴിലോ ശാശ്വതമാകുന്ന ഭുജങ്ങളുണ്ട്. പിതാവായ ദൈവം പുരാതൻ എന്ന പോലെ തന്നെ പുത്രനായ ക്രിസ്തുവും പുരാതൻ തന്നെ. സർവശക്തന് വാർദ്ധക്യം സംഭവമല്ല. കർത്താവ് ചെയ്യുന്നെല്ലാം അവന്റെ പുരാതനമേ ഉള്ള സർവജ്ഞാനപ്രകാരം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു വെളിപ്പാടാണ് അവന്റെ തലമുടി പ്രതികരിക്കുന്നത്. നമ്മൾ യെശയ്യാപ്രവചനം 1:18 നിന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 1:18 എളുപ്പം വായിക്കണേ. 10 വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഓ, നിങ്ങളുടെ പാപം രക്താംബരം പോലെ ഹിമം പോലെ പഞ്ഞിയായിത്തീരും. രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് വെളുപ്പിക്കാൻ തക്കൊണ്ട് നമ്മുടെ കർത്താവിന് കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഏത് നിലയിൽ നമ്മുടെ പാപത്തിന്റെ കാഠിന്യം വലുതായിരുന്നാലും അത് ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. മാർട്ടിൻ ലൂഥറിന് അത് പാപം താൻ രക്ഷാനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് തൻ്റെ പാപത്തെക്കുറിച്ച് അത് താൻ ക്ഷമാപണം ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ചതാണ്. ഒരു ദിവസം താൻ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ തൻ്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് ബോർഡ് വന്നിരിക്കുന്നു. ആ ബ്ലാക്ക് ബോർഡിനെ നോക്കിയപ്പോഴല്ലോ താൻ ചെയ്ത പാപങ്ങളെല്ലാം ആ ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, നീ എന്നോട് ക്ഷമിച്ചെന്നാണല്ലോ വിചാരിച്ചത്. താൻ ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു തുള്ളി രക്തം എന്മേൽ വന്ന് വീണു. ഈ ബോർഡിൽ അത് മൊത്തം മായ്ച്ചു കളഞ്ഞു. നമ്മുടെ കർത്താവ് ഒരു പ്രാവശ്യം നമ്മുടെ പാപം ക്ഷമിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആ രക്തത്താൽ നമ്മളെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് അടിയിലാണ് നമ്മുടെ പാപം തള്ളിക്കളയും. ഒരിക്കലും അത് പൊക്കിക്കൊണ്ട് വരത്തില്ല. നമ്മളാ ഇവിടെ പണ്ടും അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മളാ. എനിക്കത് കേൾക്കുമ്പോൾ ഇതുപോലെ പ്രയാസമില്ല. നമ്മുടെ കൂട്ടു സഹോദരി ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതും പൊക്കിപ്പിടിച്ച് നടക്കരുത്. നമ്മുടെ കർത്താവ് ക്ഷമിക്കുമ്പോൾ മുഴുവൻ മറക്കുന്നതിനാ. ദാവീദ് പാപം ചെയ്തു, കൊലപാതകം ചെയ്തു, എന്തെല്ലാം പണികളാണ് കാണിച്ചത്. ദൈവം അവനോട് ക്ഷമിച്ചു. അവന്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ് അതേ ബോവസ് വന്നത്. ബോവസിന്റെ അപ്പന്റെ പേരാണ് അതേ ഓബേദിന്റെ മകനാണ് ബോവസ്. ബോവസിന്റെ മകനാണ് ഇശായി. നിങ്ങൾ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അവസാന ഭാഗങ്ങൾ വായിക്കണം. ആ ദാവീദിന്റെ തലമുറയിൽ നിന്നാണ് നമ്മുടെ കർത്താവ് ജനിച്ചത്. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ തന്നെ ദാവീദിന്റെ പേരും ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. 883 പ്രാവശ്യം
ദാവീദിന്റെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദൈവം ക്ഷമിക്കുമ്പോൾ അത് പൂർണ്ണമായി ക്ഷമിക്കുന്നതാണ്. പിന്നെ അത് നീ പണ്ടിങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നില്ല, നമ്മളാ ചോദിക്കുന്നത്, നമ്മുടെ പാസ്റ്റർമാരാ ചോദിക്കുന്നത്, നമ്മൾക്ക് ഉൾപ്പെടെയാണ് അത് പൊക്കിക്കൊണ്ട് വരുന്നത്. നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അത് രക്താംബരം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നു? വായിച്ചേ. ഫിലദൽഫിയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നോക്കണമേ, അവിടെ കൊടുത്തിരിക്കുന്നത് യേശു ക്രിസ്തു തന്നെ വെളിപ്പെട്ട ഫിലദൽഫിയ സഭയോട് പറയാണ്, വിശുദ്ധനും സത്യവാനുമാണ് ഞാൻ. വിശുദ്ധനായ കർത്താവ് യേശുവിനെ കുറിച്ച് പറയാണ്, വിശുദ്ധൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും അവന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പണ്ടേ ഉള്ളവനാണെന്ന് കാണിക്കുന്നു കേട്ടോ. ഇനി എല്ലാ സഹോദരിമാർക്കും ഒരു ഗുണദോഷം കൂടെ പറഞ്ഞ് ആ ഭാഗം അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ലേവ്യ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഗുണദോഷമാണ്, എനിക്കും കൂടെ ഉള്ള ഗുണദോഷം. ലേവ്യ പുസ്തകം 19:32 വായിച്ചേ. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം, ഞാൻ യഹോവേ ആകുന്നു. നരച്ചവന്റെ മുൻപാകെ നീ എഴുന്നേൽക്കണം, ഒരു ഗുണദോഷമാണ്. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കണം. വൃദ്ധന്റെ മുഖം നീ ബഹുമാനിക്കണം, നിന്റെ ദൈവത്തെ നീ ഭയപ്പെടണം. നോക്കണമേ, തരച്ച മുടിയുള്ളവനെ കുറിച്ച് ദൈവം തമ്പുരാൻ കൊടുത്ത പ്രമാണം കണ്ടോ? ഞാൻ യഹോവയാ കേട്ടോ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു പാസ്റ്റർമാരൊക്കെ ചെന്നാൽ ഒന്ന് എഴുന്നേക്കാത്ത നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും നല്ല അതാണ്. എനിക്ക് ലാലു എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് അത് നല്ല അഭിപ്രായമാണ്. സഹോദരിമാരും എല്ലാം ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഒരു നരച്ചവനെ കാണുമ്പോഴല്ലോ നീ അവിടെ കുത്തിയിരിക്കരുത്. നിന്റെ പാസ്റ്റർ നിന്റെ വീട്ടിൽ വരുമ്പോൾ എന്നാണ്ട് പാസ്റ്റർ ചാരികസേര കിടന്നാണ് ചോദിക്കരുത്. അത് പാസ്റ്റർമാർ കൊടുത്ത ബഹുമാനം പാസ്റ്റർമാർ കൊടുക്കണം. ഒരു നരച്ച അപ്പച്ചനെ സാധുവായിരിക്കാം, നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് എന്തിനാ വന്നത് ധിക്കാരം കാണിക്കരുത് കേട്ടോ. ഞാൻ യഹോവയാകും. ഞാനല്ല, ആണ്ടൂസല്ല, ഞാൻ യഹോവയാകുന്നു. നരച്ചവന്റെ മുമ്പിൽ നീ എഴുന്നേൽക്കണം. ഒരു പാസ്റ്റർ 16 വയസ്സുള്ളവൻ ഒരു പാസ്റ്റാന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനാ വന്നത്. അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്ക് മഹാനായ ഉണ്ണുസാറിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏത് വ്യക്തിയും തൻ്റെ വീട്ടിൽ കടന്നു ചെന്നാൽ താൻ ബംഗ്ലാവിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് വാതിൽക്കൽ ചെന്ന് സ്വീകരിച്ച് താൻ കിടപ്പിലാകുന്നതിന് വരെ അകത്ത് കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ടാണ് താനൊരു മഹാനായി തീർന്നത്. മഹാകവി KV സൈമൺ സാർ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞത് ഞാൻ വായിച്ചു. ഞാൻ അമ്പരന്ന് പോയി. അദ്ദേഹം പറഞ്ഞ വാചകം മരിച്ചിടക്കുകയാണ്, ഡെഡ് ബോഡി കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒരു മഹാൻ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറഞ്ഞു. മഹാകവി KV സൈമൺ സാറ് ഒരു മഹാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതറിയാൻ വയ്യാത്ത ഒരൊറ്റ വ്യക്തി ഉണ്ടായിരുന്നു, അത് KV സൈമനാണ്. ഇതിൽ കൂടുതൽ താഴ്മ എന്താ പറയുന്നത്? ഇതറിയാൻ വയ്യാത്ത ഒരൊറ്റ വ്യക്തി സൈമൺ സാറായിരുന്നു എന്നാണ്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഉയർത്തണം കേട്ടല്ലോ. നരച്ചവനെ കാണുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇരിക്കരുത് കേട്ടോ. 16 വയസ്സുള്ള പെൺപിള്ളേർ കാലും വെച്ച് ഇരിക്കരുത് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഒരു കാലെടുത്ത് മറ്റേ കാലെ വെച്ചോണ്ട് ദൈവത്തെ സ്തുതിക്കരുത്. ദൈവത്തിന്റെ സന്നിധി താണ്ടിരിക്കണം. ഇവിടെ വായിക്കുന്നു, നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുൻപാകെ ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ നീ ഭയപ്പെടുകയും വേണം, ഞാൻ യഹോവയാകുന്നു. 5 മിനിറ്റ് ഉണ്ട്. അടുത്തത് അഗ്നി ജ്വാലക്കൊത്ത കണ്ണ്. ഇന്ത്യൻ ബ്ലോക്ക് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ട്, നിങ്ങളാരും എന്നെ വായിച്ചെടുത്ത് കാണിക്കണ്ട. അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവൻ ദൈവത്തിന് സ്തോത്രം. ഇത് ആവർത്തിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചേ. സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന്റെ സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. നോക്കണമേ, ദൂതനെ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അരുളി ചെയ്യുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. 19-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. വെളിപ്പാട് 19:12. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷത അവിടെ കാണുന്നത്. പരസ്യ പ്രത്യക്ഷത. അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെയും ഇരുളിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെയും വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തിയേറിയ കാഴ്ചയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ളത്.
യോഹന്നാൻ മർക്കോസിന്റെ മാറി വെച്ച് കണ്ട കണ്ണല്ല കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയിൽ വെച്ച് കരഞ്ഞ കണ്ണ. അവൻ കണ്ണുനീർ വാർത്തെന്ന വായിക്കുന്നത്. എന്നാൽ താൻ തേജസ്കരിക്കപ്പെട്ട ശേഷം, ഈ ലോകത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്തതിനു ശേഷം പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ കാണുന്നത് അവന്റെ കണ്ണ് അഗ്നിജ്വാലിക്കത്ത ഒരു കണ്ണുള്ളവൻ, നമ്മുടെ ചിന്തനങ്ങളെ വിവേചിക്കുന്നവൻ, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്നവൻ. അവനെ മറിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ തക്കണം സാധ്യമല്ല എന്നവന്റെ കണ്ണ് നമ്മളെ വിളിച്ചറിയിക്കുന്നു. 138 സങ്കീർത്തനം 6-ാമത്തെ വാക്യം വെച്ച് യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. ചില വാക്യം പെട്ടെന്ന് വായിച്ചു പറഞ്ഞു കേട്ടോ. ഗർവിയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. ഒരു ഗർവി വരുമ്പോ, ഒരു നെഗളി, ഒരു അഹങ്കാരി വരുമ്പോഴല്ലോ യഹോവ ഉന്നതനാണ്, ഗർവിയെ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. ദൈവത്തിന് ഏറ്റവും വിഷമമുള്ള ഒന്നാണ് ഒരു ഗർവിയെ, അഹങ്കാരം. നമ്മുടെ തലമുറയ്ക്ക് പിടിക്കരുത് കേട്ടോ. നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. 33-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആ വാക്യം എത്ര മനോഹരം. യഹോവയുടെ ദൃഷ്ടി എപ്പോഴും തന്റെ ഭക്തന്മാരുടെ മേൽ. പഴയ നിമിത്ത ഒരു വാക്യമുണ്ട്, ഇസ്രായേലിനോട് ദൈവം പറഞ്ഞതാ, നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താകുന്നു. പുതിയ നിമിത്തി കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ മനസ്സും ഇരിക്കും. മത്തായി 6-ാമത്തെ അധ്യായത്തിലെ വായിക്കുന്നില്ലേ? അപ്പോ നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താകുന്നു. രക്ഷിക്കപ്പെട്ട, ദൈവം തെരഞ്ഞെടുത്ത, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സമ്പത്ത. ഒരു വീട്ടില് സമ്പത്ത് കൊണ്ട് അലമാരിക്കകത്ത് വെച്ചാല് യോഗത്തിന് വന്നിരിക്കുമ്പോൾ എപ്പോഴും അത് ഓർത്തിരിക്കത്തില്ല, ആരാധിക്കാൻ തക്ക നോക്കത്തില്ല. കാരണം നിന്റെ നിക്ഷേപം അലമാരിക്കകത്തിരിക്കുക, നിന്റെ മനസ്സ് എപ്പോഴും അവിടെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിലയേറിയ സമ്പത്താ. നമ്മുടെ ദൈവത്തിന്റെ മനസ്സ് എപ്പോഴും നമ്മുടെ മേലെ ഇരിക്കുന്നത്. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ മനസ്സിരിക്കും. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കണ്ണ് അതേ ഇവിടെ വായിക്കും, തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. 34-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. എനിക്ക് പല ഉദാഹരണം പറയുന്നുണ്ട്, സമയമില്ല. യഹോവയുടെ കണ്ണ് തന്റെ നീതിമാന്മാരുടെ മേൽ ഇരിക്കുന്നു. നമ്മൾ ഇതെല്ലാം അറിയുന്നുണ്ടോ ദൈവമക്കളെ? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, അവന്റെ സമ്പത്താകും നമ്മൾ. സഹോദരൻ, നീ എന്തിന് ഭാരപ്പെടുന്നു? എപ്പോഴും ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ, ഈ പട്ടിയെ വളർത്തുന്നവർക്കറിയാം. ഈ അമേരിക്കയില് ഒരു സംഭവം നടന്നു. ഭാര്യയും ഭർത്താവോടെ പോയപ്പോ കുഞ്ഞ് കയ്യിൽ നിന്ന് അല്പം മാറി കിടന്നപ്പം ഒരുത്തൻ ഓടിച്ചെന്ന കുഞ്ഞിനെ എടുത്തോണ്ട് ഓടാൻ പോയി. പട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പട്ടിയാ. ഒറ്റ ചാട്ടത്തിൽ അവരുടെ കഴുത്തേ വീണു കേട്ടോ. കഴുത്തേ വീണ് കുഞ്ഞിനെ രക്ഷിച്ചു. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. നോക്കണമേ, അപ്പനും അമ്മ അലസോടെ പോകുന്നു. പട്ടി ഒറ്റ ചാട്ടത്തിനെ കുഞ്ഞിന്റെ മേൽ വീണു. ദൈവമക്കളെ, നമ്മുടെ ദൈവമാരാ? അവന്റെ കണ്ണ് അതേ നമ്മളെ ഊടാടി സഞ്ചരിക്കുന്നു. നമ്മൾ വായിക്കുന്നു. നമ്മൾ 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 2:23 വായിച്ചോ. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ നടുവിൽ നടന്നുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. സഭയുടെ നടുവിലാണ് കർത്താവ് വന്നിരിക്കുന്നത്. 7 പൊന്നലക്കളുടെ നടുവിൽ അവൻ സകലതും അറിയുന്നു. ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് കണ്ണുനീർ വാർത്തവൻ ഇന്ന് മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു യാതൊന്നുമില്ല. എബ്രായർ 4:13 വായിച്ചേ. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, എന്നിട്ട് അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായും കിടക്കുന്നു. അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവന്റെ കണ്ണ് നമ്മൾ കടന്നു വന്ന് ആരാധിക്കുന്നവരെല്ലാം ഉണ്ട്, ദൃഷ്ടിയുണ്ട്. എന്റെ കുഞ്ഞിന് എങ്ങനെയാണ് വന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന അതേ ഉത്തമഹിതത്തില്, ഞാൻ ഇനി വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു വിടാം, അത് എനിക്കൊന്ന് അവസാനിപ്പിക്കണം. ഉത്തമഹിതത്തില് നമ്മൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതേ, അതിന്റെ 2-ാം അധ്യായം ഉത്തമഹിതത്തിലാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. അത് അതിന്റെ 5-12 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതെ, അവന്റെ കണ്ണുകൾ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. എനിക്ക് ഉത്തമത്തെ കുറിച്ച് ഇതിന്റെ കൂടെ പറയാനിരുന്നു, പക്ഷെ സമയമില്ല. അവന്റെ കണ്ണിന്റെ പ്രത്യേകത അതാണ്. 139-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിച്ചു. 112 ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. യോനായെ, നീ ഓടിപ്പോയില്ലേ?
ആ യഹോവയുടെ ദൃഷ്ടി നോടിപ്പാലല്ലേ നോക്കിയത്? യഹോവയുടെ സന്നിധിയിൽ നോടിപ്പോയി നാം എത്തിക്കുന്നത്. ദൈവം നീ ഓടുന്നെല്ലാം കാണുന്നു. 32-ാം സംഖ്യത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് 32-ന്റെ 8. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ഞാൻ നിനക്ക് ആസിയിലെ ഞാൻ 7 നിന്നെ സഭകളുടെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് രാവിലെ സമയം എഴുന്നേൽക്കുമ്പോൾ, രാത്രി കാലം കിടന്നുറങ്ങുമ്പോൾ, അതേ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പൈതൽ ദൃഷ്ടി വെച്ച്, യഹോവയുടെ കണ്ണിന്റെ പ്രത്യേകത, ദൃഷ്ടി വെച്ച് ആലോചന നൽകുന്ന വലിയവനായ ദൈവത്തെയാണ് നമ്മളെല്ലാവരും സേവിക്കുന്നത്. സകല രഹസ്യങ്ങൾ അറിയുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ ഉൾപ്പുകളെ അറിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ അതേ 12 ദിവ്യവിശേഷം ഒന്നാണ് അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചോർത്ത് എല്ലാവരും കരങ്ങളെ കൊട്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ഉത്സാഹത്തോടെ, വളരെ ആവേശത്തോടെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചുവല്ലോ. നമുക്ക് കർത്താവിന്റെ ദാസനെ ദീർഘായുസ്സ് കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം എല്ലാവിധ നന്മകളാലും നിറയ്ക്കട്ടെ. കർത്താവിന്റെ ദാസനോടും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ലീലാമ്മ തോമസ് അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. സിസ്റ്റർ ലീലാമ്മ തോമസ് പ്രാർത്ഥിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സ്തോത്രം. ഓക്കെ, അൺമ്യൂട്ട് ആയിരുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ച നല്ല പിതാവേ, സ്തോത്രം. നല്ല സമയത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ പാദപീഠത്തിൽ ആയിരിക്കാനും നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരവസരം കൂടി ദാനമായി തന്നെ കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൃപയിലെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, രക്തക്കോട്ടെ എല്ലാവരെയും മറയ്ക്കണമേ. കർത്താവിന്റെയും പോലുള്ള ശബ്ദം കേൾക്കുവാൻ തൊക്കെ ഞങ്ങളെ സഹായിച്ചനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എന്റെ ദാസനെ നീ വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തിക്കണമേ. ശക്തിപ്പെടുത്തുന്ന കർത്താവ് ദീർഘായുസ്സോടുത്ത് മാനിക്കണമേ എന്ന് വീക്ഷിക്കുന്നു. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ വചനത്തിലുണ്ടല്ലോ, നിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 സംവത്സരേക്കാൾ ഉത്തമമാണ് നിന്റെ വചനപ്രകാരം. കർത്താവെ, ഹല്ലേലൂയ, നിന്റെ വചനം വെച്ച് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് വീക്ഷിക്കുന്ന കർത്താവെ, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മേൽ ഉത്തരം തരണമേ. ഞങ്ങൾ ചോദിക്കുന്ന നിനക്കെല്ലാം അത്യന്തം പ്രഭാവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുള്ള കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരുടെയും വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. എല്ലാവരെയും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ നാളിൽ കർത്താവെ, സ്തോത്രം, പുതിയതും മൂർച്ചയേറിയായ പല്ലേറി മതിവണ്ടികളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, സ്തോത്രം. പുതിയ നന്മകളും പുതിയ അഭിഷേകം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട് കർത്താവെ, സ്തോത്രം. ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് കർത്താവ് വീണ്ടും വിശാലതയിലേക്ക് കൊണ്ടുവരണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ എല്ലാവരെയും കർത്താവ് ഒരുമിച്ചായിരിക്കാൻ ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി പിന്നെ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയാത്ത സാന്നിധ്യങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എല്ലാ ദേവദാസന്മാരും ദാസന്മാരും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണേ. ഓരോ കുടുംബത്തെയും കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ മേൽ വർദ്ധിപ്പിക്കുക എന്നുള്ള വാഗ്ദത്തപ്രകാരം വർദ്ധിപ്പിക്കണം. എല്ലാ നന്മകളും നിറച്ചാട് കർത്താവെ, സ്തോത്രം. ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കാലം കർത്താവെ, നിന്റെ ഹിതപ്രകാരം നിന്റെ ആലോചന പ്രകാരം എല്ലാവരും വഴി നടത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പകലും രാത്രിയിലും ഒക്കെ അയക്കുന്ന എല്ലാ ദേശങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്ന പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. എല്ലാ മാനമൊത്തവും അങ്ങേക്ക് തരുന്നു. സ്വർഗ്ഗത്തിനും ഭൂമിക്കും സകല അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണം. സ്വർഗ്ഗത്തിലെ പിതാവേ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. എല്ലാവർക്കും നന്ദി.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത ശ്രേഷ്ഠ കർത്താവിന്റെ ദാസരോട് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ ഓൺലൈൻ എപ്പിസ്റ്റോൾസ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. കർത്താവിന്റെ ദാസരും ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി. ദൈവം സഹായിക്കട്ടെ. നാളെ എന്താ ആഴ്ച? നാളെ വെള്ളിയാഴ്ച. ശബ്ദം ഉണ്ടാക്കി കേട്ടോ, സോറി ആൻഡ്രു സാറേ. ഞാനായിരുന്നു ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കിയത്, മ്യൂട്ട് അല്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. എല്ലാരും കേട്ടതുകൊണ്ടല്ലേ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സന്തോഷമുണ്ട്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സാറേ.